ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലി ടീച്ചർ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള മുഴുവൻ പോയംസ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പോയംസ് ക്വിക്കലി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയം 5 പോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പോയമാണ് എനി വുമൺ ബൈ കാതറിൻ ടൈനൻ. ഇതിൽ സ്ത്രീയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വുമൺ ഈസ് എ പില്ലർ ആൻഡ് കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. ഒരു വീടിന്റെ പില്ലർ, കീ സ്റ്റോൺ, ഫ്രം റൂഫ് ടു ഫ്രം റൂഫ് ടു ഫ്ലോർ എല്ലാം വുമൺ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ചിൽഡ്രൻ ഗെറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം ദ മദർ. അമ്മയുടെ അടുത്ത് നിന്നാണ് ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടുന്നത്. ആൻഡ് മദർ ഹോൾസ് എ ഫാമിലി ടുഗെദർ ഇൻ ഇറ്റ് സേക്രഡ് റിംഗ്. അതിന്റെ ആ ഒരു സേക്രഡ് റിംഗിന്റെ ഉള്ളിൽ കുട്ടികൾ വാണ്ടറിങ് ചെയ്ത് പോകാതെ ഒന്നിച്ചു നിർത്തുന്നത് മദറാണ്. മദർ ഈസ് എ ഫൗണ്ടേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെക്കറേഷൻ ഓഫ് ദ ഹൗസ്. അതുപോലെ തന്നെ മദർ ഈസ് എ ഫോഴ്സ് ദാറ്റ് പ്രൊട്ടക്ട് ദം ഫ്രം ഓൾ ദി ഡേഞ്ചേഴ്സ്. വിൻഡ് ആൻഡ് സ്നോയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് മദർ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവിധ ഡേഞ്ചേഴ്സ് അവർ ലൈഫിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഡേഞ്ചേഴ്സിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മദർ ആണ് എന്നുള്ളതാണ്. ആൻഡ് ദ പോയം എൻഡ്സ് വിത്ത് എ പ്രയർ ടു ദ ഗോഡ്. ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പോയം എൻഡ് ആകുന്നത്. അതായത് എന്റെ കുട്ടികള് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരെ, അതായത് എന്റെ സഹായമില്ലാതെ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വരെ എന്നെ നീ അങ്ങോട്ട് വിളിക്കല്ലേ എന്ന് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പോയം എൻഡ് ആകുന്നത്. ദാറ്റ് മേക്സ് എ പോയം വെരി ഇഫക്റ്റീവ്. രണ്ടാമത്തെ പോയമാണ് മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഇതൊരു സിംബോളിക് പോയമാണ്. വാൾ എന്ന് പറയുന്നതിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നതാണ്. ആളുകൾക്ക് ഇടയിലുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് ആ ഒരു വാള് കാണിച്ചിരിക്കുന്നത്. ഗുഡ് തീമാണ് ഇതിനുള്ളത്. The poet says that nature is against a wall. നേച്ചർ തന്നെ വാളിനെതിരാണെന്നാണ് പറയുന്നത്. പോയറ്റും വാളിനെതിരാണ്, ബട്ട് നൈബർ സപ്പോർട്ട്സ് എ വാൾ. നൈബറിന് വാൾ ഇഷ്ടമാണ്, ആ ഒരു മതിൽ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? He says that good fences make good neighbors. Good fences ഉണ്ടെങ്കിൽ good neighbors ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ പോയിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ബട്ട് അത് കൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ? എന്റേതെല്ലാം ആപ്പിൾ ഓർച്ചാർഡും ഇയാളുടേതെല്ലാം പൈനുമാണ് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ മൈ ആപ്പിൾ ട്രീസ് നെവർ വിൽ കം അക്രോസ് ആൻഡ് ഈറ്റ് യുവർ കോൺസ് ഓൺ പൈൻ. അയാളുടെ പൈൻ മരത്തിലുള്ള കോണുകൾ കഴിക്കില്ല എന്റെ ആപ്പിൾ മരങ്ങൾ വന്നുകൊണ്ട് കളിയാക്കി പറയാണ്. അപ്പൊ നമുക്കിടയിൽ അങ്ങനെ ഒരു ഫെൻസസിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് വാൾ എന്ന് പോയിട്ട് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ പോയിട്ട് മോഡേൺ, നൈബർ കുറച്ച് കൺസർവേറ്റീവ് ആണ്. നൈബർ നടന്നു പോകുമ്പോൾ ഒരു ഓൾഡ് സ്റ്റോൺ സാവേജ് ആവുന്ന മാൻ നടന്നു പോകുമ്പോലെയൊക്കെ പോയിട്ട് തോന്നാറുണ്ട്. നൈബർ ഓൾവേസ് ഫോളോസ് ദ വേർഡ്സ് ഓഫ് ഹിസ് ഫാദർ. അച്ഛന്റെ വാക്കുകൾ കാലം എന്നൊന്നും നോക്കാതെ, സമയം എന്നൊന്നും നോക്കാതെ, അത് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അച്ഛന്റെ വാക്കുകൾ ഫോളോ ചെയ്യാണ് നൈബർ. The poem gives us a good message and the poet has used figure of speech such as personification, metaphor ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേതാണ് സ്റ്റാമർ. സച്ചിദാനന്ദന്റെ ഒരു പോയാണ് സ്റ്റാമർ. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്പ് അല്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. ഒരു സംസാരിക്കുന്ന രീതിയാണ്. അതൊരു ലാംഗ്വേജ് ആണ്. എല്ലാവരും സ്റ്റാമർ ചെയ്താൽ അതൊരു ലാംഗ്വേജ് ആയി മാറുമല്ലോ. And all people stammer, it becomes their mother tongue. എവ്രിബഡി, ഈ ലോകത്തെ എല്ലാവരും സ്റ്റാമർ ചെയ്യുന്ന പറയുന്നത്. ഈവൻ ഗോഡ് തന്നെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്റ്റാമർ ചെയ്തിട്ടുണ്ടാകാം. ഇതൊരു മീനിങ് ഫുൾ പോയാണ്. ഒരുപാട് ഗുഡ് മെസ്സേജസ് ഉണ്ട്. തന്നെ എന്താണ്, നമ്മള് കാര്യങ്ങളെ കാണുന്നതിന് പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇതിൽ കൊടുക്കുന്നത്. റൈസ് എന്ന് പറയുന്നത് ചെമ്മനം ചാക്കോയുടെ ഒരു ബ്യൂട്ടിഫുൾ പോയാണ്. അതിൽ 2 പാർട്ടായിട്ടാണ് നമുക്ക് ആ പോയം കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പാർട്ടില് അദ്ദേഹത്തിന് തന്റെ നാടിനെയും നാട്ടുകാരെയും പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് അതിന്റെ റിയാലിറ്റി കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ടില് ദ പോയിറ്റ് ഈസ് ഈഗർ ടു ഈറ്റ് അത്തിക്കിര റൈസ്. അത്തിക്കിരയുടെ അരി കൊണ്ടുള്ള ചോറ് തിന്നാൻ കൊതിയായിട്ട് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമാണ്, ട്രെയിനിൽ ഇരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് 4 years ഓഫ് PhD റിസർച്ച് ഒക്കെ നടത്തി PhD ഒക്കെ നേടി 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ നോർത്തിലായിരുന്നത് കൊണ്ട് അവിടുത്തെ കൂടുതലും ആളുകൾ ചപ്പാത്തിയല്ലേ തിന്നത്. ചപ്പാത്തി കഴിച്ചു മടുത്തിട്ടാണ് പുള്ളി നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത്തിക്കരയും കൊണ്ട് വയറുവച്ച് ചോറുണ്ണാൻ കൊതിയായിട്ടാണ് വരുന്നത്. അപ്പൊ ട്രെയിൻ പതിയെ പോകുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ട്രെയിനിനോടൊന്ന് വേഗത്തിൽ പോകാൻ പറയുന്നു. താൻ വരുമ്പോ നാട്ടുകാരും തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നതും, അവിടെ നടുന്ന ഹാർവസ്റ്റിംഗ് സമയമായിരിക്കും. ഹാർവസ്റ്റിംഗ് അല്ല, ഞാറ് നടുന്ന സമയമായിരിക്കും. അപ്പൊ അങ്ങനെ ഉഴുവുന്നതും അച്ഛൻ മുണ്ടില് ചെളിയൊക്കെ ആയിട്ട് നിൽക്കുന്നതും മോനെ സ്വീകരിക്കുന്നതും ഒക്കെ ഇങ്ങനെ പുള്ളി സ്വപ്നം കാണാണ്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ്, വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നത്. ഫാമേഴ്സ് എന്ത് ചെയ്തു, മുഴുവനും റബ്ബർ ആൻഡ് അരക്കനട്ട് പാംസ് ഒക്കെ വഴിയാകെ വച്ച് പിടിപ്പിച്ചേക്കാണ്. പാടങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള വഴി തന്നെ പോയിട്ടിന് കൺഫ്യൂസ് ആയിപ്പോയി. ആൻഡ് ബ്രദർ ആണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വീറ്റ്
ഗോതമ്പ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പോ വീടെത്തിയപ്പോ അച്ഛൻ മോനെ വെൽക്കം ചെയ്തു. അച്ഛൻ എന്തെയാണ് റബ്ബർ ഉണ്ടാക്കുന്ന, റബ്ബർ അടിക്കുന്ന, ഷീറ്റ് അടിക്കുന്ന ആ ഒരു മെഷീൻ കേടായിട്ട് അത് ഫിക്സ് ചെയ്യുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കാണ് അച്ഛൻ. മകനെ കാണുമ്പോ മോനെ വാന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്നു. എന്നിട്ട് പറയാണ് നമ്മള് ഈ നെല്ലിലെ പണികളൊക്കെ നിർത്തി, കർഷകർക്ക് ഒറ്റ പൈസ അതിൽ നിന്ന് കിട്ടിയില്ല, നഷ്ടം മാത്രമേ കിട്ടിയുള്ളൂ, ഈ റബ്ബറിൽ നിന്ന് വേണ്ട ഇഷ്ടംപോലെ കാശ് കിട്ടുന്നു അച്ഛൻ ചിരിക്കുന്നു. ആൻഡ് farmers think that rubber is profitable. റബ്ബർ ആണ് പ്രോഫിറ്റബിൾ എന്ന് അവർ ചിന്തിക്കുന്നു. ഇതൊരു സട്ടയർ ആണ്, ആക്ഷേപഹാസ്യമാണ്. ആളുകള് ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് മാറി. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അവിടെ നടന്നു. അപ്പൊ അതിനെതിരെയൊക്കെ കളിയാക്കുന്നതാണ്. ആൻഡ് അവസാനം പോയിറ്റിന്റെ ബ്രദർ നടന്നു വരുന്ന സമയത്ത് തട്ടി താഴെ വീഴുന്നു. അപ്പൊ മുകളിലൂടെ ഒരു എയറോപ്ലെയിൻ പറന്നു പോകുന്നുണ്ട്. അതിനെ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്നാണ് ഇതിൽ വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ ചീഫ് മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെന്റ് അടുത്തേക്ക് ചീറിപ്പാഞ്ഞു പോകുന്നതായിരിക്കാം, കൂടുതൽ അരി ചോദിച്ചുകൊണ്ട്. കാരണം ഇവിടെ ആരും കൃഷിയൊന്നും ചെയ്യണില്ലല്ലോ, കൂടുതൽ റേഷൻ അനുവദിക്കണം എന്ന് പറയാൻ വേണ്ടി പോകുന്നതായിരിക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം സെന്റർ ടു. ഞാൻ PhD നേടിയത് ഹസ്ക്, ഈ നെല്ലിന്റെ തൊണ്ട് കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്നതിലാണ് PhD നേടിയത്. അപ്പോ ഇപ്പൊ നെൽകൃഷി ഇല്ല, അപ്പൊ തൊണ്ടും ഇല്ലല്ലോ. അപ്പൊ ഇതിന് തവിട് അതും സെൻട്രൽ ഗവൺമെന്റ് തരുമോ ആവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം കംപ്ലീറ്റ് ആക്കുന്നത്. ലാസ്റ്റ് പോയം ആണ് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇതെന്ന് പറയുന്നത് ഓഗ്ഡൻ നാഷിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയാണ്. ഓഗ്ഡൻ നാഷ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴുള്ള ഒരു സീനും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓഗ്ഡൻ നാഷിന് ഇഷ്ടമല്ല ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്. കാരണം പുള്ളി പറയുന്നത് ചില ടോർച്ചർ മെന്റലും ചിലത് ഫിസിക്കലും ആണ്, രണ്ടും കൂടി ഉള്ളത് ഡെന്റൽ ആണെന്നാണ് പറയുന്നത്. ഡെന്റിസ്റ്റ് നമ്മുടെ ടീത്ത് പോളിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഡിമോളിഷ് ചെയ്യും പോലെയാണ് തോന്നുക. നമ്മുടെ കൺട്രോള് പോകും. നമുക്ക് ഡെന്റിസ്റ്റിന്റെ മുന്നിൽ സ്മാർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു കരടിയുടെ കയ്യിൽ അകപ്പെട്ട് പോലെ ആയിരിക്കും നമ്മളെന്നാ പറയുന്നത്. അതായത് കരടിയുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, രക്ഷയില്ല. അപ്പൊ അതേപോലെയാണ് ഈ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തിപ്പെട്ടാലെന്ന് പറയുന്നു. പോയിട്ട് ഇവിടെ പലതരത്തിലുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൗത്ത് ഒരു സെക്ഷൻ ഓഫ് റോഡ് പോലെ ഇടിച്ചു പൊളിച്ചിടുന്നത് പോലെയൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടാൻ ഓർക്കുമ്പോഴായിരിക്കും നമ്മളോട് ഡെന്റിസ്റ്റ് വന്നിട്ട് പറയുന്നത് 3 months കഴിഞ്ഞിട്ട് വരാൻ പറയുന്നത്. ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് നമ്മൾ നമ്മുടെ പല്ല് നന്നാക്കി വെക്കാനാണെങ്കിലും നമ്മൾ നന്നാക്കി വയ്ക്കുന്നത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. പോയിട്ടിന് തീരെ ഇഷ്ടമല്ല ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോ ഇത്രയും പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയത്തെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരുവിധം എഴുതാൻ പറ്റും. ലൈൻസ് തന്നിട്ട് അതിന് മീനിങ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ അതിന് നമ്മൾ പോയം അറിഞ്ഞിരിക്കണം. ഓക്കെ, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.